ഹായ് ഫ്രണ്ട്സ്, KL39 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ നാനാച്ചിയിലാണ്. നാനാച്ചിയിൽ ഒരു ജംഗിൾ സഫാരി ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ. മോർണിംഗും ഈവനിങ്ങും നമ്മളിവിടെ സഫാരി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് പെർ ഹെഡ് വരുന്നത് 2500 രൂപയാണ്. 70-200 ലെൻസിനാണെങ്കിൽ 1000 രൂപയും 150-600 ലെൻസിനാണെങ്കിൽ 1500 രൂപയുടെ ടിക്കറ്റ് ഫീസ് വരുന്നുണ്ട്. ക്യാമറയ്ക്ക് നല്ല രീതിയിൽ ടിക്കറ്റ് ഫീ വരുന്നുണ്ട് ഇവിടെ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക. എന്തായാലും വളരെ മനോഹരമാണ് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ. എന്തായാലും നല്ല രീതിയിൽ സൈറ്റിംഗ് കിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരാനായിട്ട് നമുക്ക് ടിക്കറ്റ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ബുക്ക് ചെയ്യാൻ സാധിക്കും. എന്തായാലും ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. ലോങ് ആണ്, അതുകൊണ്ടാണ്. നമുക്ക് ആദ്യത്തെ സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് നല്ല ഒരു കാട്ടാനകളുടെ ഒരു കൂട്ടത്തെ ആയിരുന്നു. നമ്മുടെ വണ്ടിയിൽ നിന്നും ഏകദേശം 200 മീറ്ററിൻ്റെ ഒരു ഡിസ്റ്റൻസിലാണ് ഇവർ നിന്നേച്ചത്. ഇത് 2 കുട്ടി കൊമ്പന്മാരാണ്. ഒരുപാട് പ്രായം കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ നല്ല രീതിയിലുള്ള കൊമ്പും കാര്യങ്ങളും ഇവർക്കുണ്ട്. ആനകൾ നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ്. കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന പെണ്ണാനയായിരിക്കും ഇവരുടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. തൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ബാക്കി ആനകൾ ഇവർ കൂടെ വരുന്നതും എല്ലാ കാര്യങ്ങളും. കൊമ്പനാനകളുണ്ടാവും. തൻ്റെ കൂട്ടത്തെയും കുഞ്ഞുങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു കൊമ്പൻ ഇവരുടെ കൂടെ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ആനക്കൂട്ടത്തിനെ കാണുമ്പോൾ കൊമ്പനാന ആദ്യം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. കാരണം അവനായിരിക്കും ഇവരുടെ ഗ്രൂപ്പിനെ ഏറ്റവും ശക്തൻ. ബാക്കി കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് പെണ്ണാനയായിരിക്കും. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൽ ഒരു 16-17 മണിക്കൂർ ആന ഭക്ഷണം കഴിക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നു. ബാക്കിയുള്ള സമയങ്ങളിലാണ് ഇവരുടെ ബാക്കി ആക്ടിവിറ്റീസൊക്കെ വരുന്നത്. എന്തായാലും ആനകളുടെ ജീവിതശൈലി മനുഷ്യൻ്റെ ജീവിതശൈലി പോലെ തന്നെയാണ്. നമ്മൾ ജോലിക്ക് പോകുന്നത് പോലെ തന്നെ ഇവർ ഭക്ഷണം കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് മാത്രം. ഇതാണ് അവരുടെ കൂട്ടത്തിലെ അമ്മയാന. ഇതിൻ്റെ കൂടെയും ഒരു കുട്ടിയുണ്ട്. മൊത്തം 3 കുട്ടി കൊമ്പന്മാരുണ്ട് ഇവരുടെ കൂടെ. എല്ലാവർക്കും ഡിഫറെൻ്റ് ഏജാണ്, ഒറ്റ ഏജല്ല. ഇതാണ് ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ കുട്ടിയാന. അങ്ങനെ നമ്മുടെ റോഡിലേക്കൂടിയുള്ള യാത്ര കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ റൈറ്റിലേക്ക് തിരിയുകയാണ്. നേരെ ഓഫ് റോഡാണ് ഇനി പോകാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു മാൻ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ക്രോസ് ചെയ്തിട്ട് ഇതാ ഓടി പോകുന്നുണ്ട്. കൂടെ ഒരു ചെറിയൊരു മങ്കൂസും ഉണ്ടായിരുന്നു. മങ്കൂസിനെ ഗോപ്രോയിലായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണാനേ പറ്റുള്ളൂ, നിഴൽ പോലെ. എന്തായാലും മാൻ ക്രോസ് ചെയ്ത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളീ പോകുന്നത് ശരിക്കും ഉൾക്കാടുകളാണ്. നമ്മുടെ ലെഫ്റ്റ് റൈറ്റൊക്കെ ഒരുപാട് തേക്കും അതുപോലെ തന്നെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ക്രൊക്കഡൈൽ ബാത്ത് ട്രീ, അങ്ങനെ ഒരുപാട് ട്രീ ഇവിടെ ഉണ്ട്. നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ട് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ നേരെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ വന്ന് മാറിയിരിക്കുന്നതുകൊണ്ട് വെള്ളക്കെട്ടും നല്ല രീതിയിൽ ചതുപ്പുമുണ്ട്. ഓഫ് റോഡ് നമുക്ക് ചെറിയ രീതിയിലും കൂടി നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പാറകളും ഇതുള്ള ഒരു ഓഫ് റോഡല്ല, എന്നാൽ ചെളിയും അതുപോലെ തന്നെ നല്ല രീതിയിൽ കുഴികളൊക്കെ ഉള്ളൊരു റോഡ് തന്നെയായിരുന്നു. പക്ക ഓഫ് റോഡ് എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റും പക്ക ഓഫ് റോഡ് എങ്ങനെയായിരിക്കും. ഇത് ഒരു ചതുപ്പ് കൂടിയിട്ടുള്ള ഒരു ഓഫ് റോഡ് യാത്ര. എന്തായാലും അതും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നിങ്ങളും ഫാമിലിയായിട്ട് വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. വളരെ മനോഹരമാണ്. അടുത്തതായിട്ട് സൈറ്റിംഗ് കിട്ടിയത് കാട്ടാനകളുടെ തന്നെ ഒരു കൂട്ടം തന്നെയാണ്. ഇതുപോലെ തന്നെ ഇല്ലിയും കാര്യങ്ങളൊക്കെ പറിച്ചിരുന്ന ഒരു ലോങ് വിഷലാണ് നമുക്ക് കിട്ടിയത്. ആനകളുടെ നേരത്തെ ഞാൻ പറഞ്ഞ ഇതിൽ തന്നെ കുറച്ച് കാര്യം കൊണ്ട് കൂട്ടി യോജിപ്പിക്കാനുണ്ട്. വേറൊന്നുമല്ല, ആനകൾ ഫാമിലി ആയിട്ടാണ് കൂടുതലും താമസിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇണചേരൽ സമയമാകുമ്പോൾ ഇവർ ഈ ഗ്രൂപ്പിൽ നിന്ന് വിട്ട് മറ്റൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അതിൽ നിന്നൊരു ആനയാണ് സെലക്ട് ചെയ്യുന്നത്. കൊമ്പനാനകളാണെങ്കിൽ പോലും തൻ്റെ ടീനേജ് പ്രായത്തിൽ നിന്ന് മേജറായി വരുന്ന സമയത്ത് ഈ ഗ്രൂപ്പിൽ നിന്ന് അവനെ പയ്യനെ ഒറ്റപ്പെടുത്തും. അങ്ങനെ അവൻ വേറൊരു ഗ്രൂപ്പിൽ പോയി ജോയിൻ ചെയ്തിട്ടാണ് തൻ്റെ പാർട്ട്ണറെ സെലക്ട് ചെയ്യുന്നത്. ആനകളുടെ കൊമ്പിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം പെണ്ണാനകൾ തൻ്റെ ഇണയെ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൊമ്പും തലയെടുപ്പും ഒക്കെ നോക്കിയിട്ടാണ് ഇണ ചേരാനായിട്ട് ഒരു പാർട്ട്ണർ തിരഞ്ഞെടുക്കുന്നത്.
വീണ്ടുമുള്ള മറ്റൊരു കാര്യം കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ആനകളുടെ തലച്ചോറ് ഇന്ന് ലോകത്ത് വെച്ചിട്ട് ഏറ്റവും വലിയ തലച്ചോറിന് ഉടമയും കൂടിയാണ് നമ്മുടെ ആനകൾ. അതുകൊണ്ട് മെമ്മറിയിലും അവരുടെ ഓർമ്മശക്തിയൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. ഇതും എനിക്ക് യാത്രയിൽ കിട്ടിയ ഒരു ഇൻഫർമേഷനാണ്, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. എന്തായാലും ആനകളുടെ വിശേഷം ഒരിക്കലും പറഞ്ഞാൽ തീരില്ല, കാരണം അവർ വളരെ ബ്രില്യൻ്റ് ആണ്. അതുപോലെ തന്നെ ഭയങ്കര ഫാമിലി ആയിട്ട് അറ്റാച്ച്ഡ് ആണ്, മനുഷ്യരെ പോലെ തന്നെയാണ്. എന്ത് ഭംഗിയാണ് നോക്കി ഈ ഒരു വിഷ്വൽ കാണാനായിട്ട്. കാരണം ഇളം വെയിലത്ത് കാട്ടിൽ പുൽമേയുന്ന മനോഹരമായിട്ടൊരു കാഴ്ച. പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കാട്ടുപോത്തെന്നാണ് പറയുന്നത്, പക്ഷേ ഇത് കാട്ടുപോത്തല്ല, യഥാർത്ഥത്തിൽ കാട്ടിയാണിത്. നമ്മുടെ വയലുകളിലും നമ്മുടെ പാടങ്ങളിലൊക്കെ പുല്ല് മേഞ്ഞ് നടക്കുന്ന പശുക്കളെ പോലെ തന്നെ കാട്ടിൽ സ്വതന്ത്രമായിട്ട് നടക്കുന്ന കാട്ടികളുടെ ഒരു മനോഹരമായിട്ടൊരു വിഷ്വൽ. മറ്റു കാടിനെ അപേക്ഷിച്ച് ഈ ഒരു നാനാച്ചിലെ ഒരു ട്രിപ്പിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ മാൻകൂട്ടത്തിനെ കണ്ടത്. ഇവിടുത്തെ ചേട്ടൻ പറയുണ്ടായിരുന്നു 25,000-ൽ മേലെ മാൻകൂട്ടങ്ങൾ എങ്ങാണ്ടുണ്ടെന്ന്. അതൊരു പഴയ കണക്കാണ്. എന്തായാലും ഒരുപാട് മാൻകൂട്ടത്തിന് ഇവിടെ കാണാൻ പറ്റി. എൻ്റെ ലൈഫിൽ ഞാൻ പോയ ജംഗിൾ സഫാരികളിൽ ഏറ്റവും കൂടുതൽ മാനിനെ കണ്ട ഒരു കാഴ്ചയും കൂടിയായിരുന്നു ഇത്. എല്ലാ യാത്രകളിലും ഞാൻ പറയുന്ന പോലെ നിങ്ങളും ഫാമിലിയായിട്ട് വരാൻ ശ്രമിക്കുക. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഡിസ്കവറിയിലെ നാഷണൽ ജിയോഗ്രാഫിയിലൊക്കെ കാണുന്ന പോലെയല്ല, സ്വന്തം കണ്ണ് വെച്ചിട്ട് കാട്ടിൽ കയറ്റിയതുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ മനസ്സിന് കിട്ടുന്ന റിഫ്രഷ്മെൻറ്റും അതുപോലെ തന്നെ ഓരോ അനുഭവങ്ങളും ഭയങ്കര ഫീലോട് തന്നെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളും ഫാമിലിയായിട്ട് വരിക, മാക്സിമം എൻജോയ് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരു മ്ലാവിൻ്റെയാണ്. നമ്മുടെ മാൻ്റെ തന്നെ വേറൊരു വേർഷനാണ് മ്ലാവ് എന്ന് പറയുന്നത്. ഇതൊരു ഫീമെയിലാണ്. ഒരുപാട് വലിയൊരു ഫീമെയിൽ ആയിരുന്നില്ല, ഇത് ഒരു ഇടത്തരം ഫീമെയിലാണ്. നമ്മുടെ വണ്ടി വന്നപ്പോൾ ഇവർ നമ്മളെ ശ്രദ്ധിക്കണ്ടായിരുന്നു. അതിനു മുമ്പ് ഇവിടുന്ന് ഒരു അലാം കോൾ കേട്ടായിരുന്നു. അതുകൊണ്ട് ഇവർ പാനിക്കാണ്. എല്ലാ സൈഡിലേക്കൊക്കെ ഇവർ നോക്കുന്ന നമുക്ക് ഈ വിഷ്വൽ കാണാൻ പറ്റും. ടൈഗർ സൈറ്റിംഗ് ആണോ അല്ലെങ്കിൽ ലെപ്പേഡിൻ്റെ സൈറ്റിംഗ് ആണോ എന്നറിയില്ല, ഇവർ പാനിക്കായിട്ട് നോക്കുന്നത് ഈ വിഷ്വൽ കാണാൻ പറ്റും. സന്തോഷേട്ടാ,
ഇതാ നമ്മുടെ ഓപ്പോസിറ്റ് വന്ന വണ്ടിക്കാർക്ക് ടൈഗറിൻ്റെ സൈറ്റിങ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ആ സൈഡിലേക്ക് പോവാണ്. അപ്പോൾ നമുക്കവിടെ കാട്ടുപോത്തിന് കിട്ടിയ കാര്യങ്ങളൊക്കെ ചേട്ടൻ ഷെയർ ചെയ്യുന്നുണ്ട്. നേരെ നമുക്ക് ടൈഗർ സൈറ്റിങ് കിട്ടിയെടുത്ത് പോവാം. എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ട്, കിട്ടിയാൽ നമുക്ക് ലൈക്ക്. എന്തായാലും കടുവയുടെ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ സൈഡിലേക്ക് പോകുന്നൊരു ഫീല്, അയ്യോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊരു വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ ഓരോ ഭാഗങ്ങൾ വളരെ മൈന്യൂട്ടായിട്ട് ചെക്ക് ചെയ്ത് അതിനെ കാണാനുള്ള ഒരു ആകാംക്ഷയോട് പോകുന്നൊരു ഫീല്, അത് എന്തായാലും ഈ ഒരു യാത്രയിൽ കൂടി മാത്രം നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആണത്. അങ്ങനെ ഫ്രണ്ട്സ്, ഫൈനലി നമുക്ക് ടൈഗർ സൈറ്റിങ് കിട്ടി. ഇനി ഞാനൊന്നും പറയുന്നില്ല, നേരെ കാഴ്ചകളിലേക്ക് പോകാം. Guys, can we please sit down with the